കേൾക്കാത്ത കഥകൾക്കായി കാതോക്കാം. ഉയരങ്ങൾ താണ്ടി പറക്കാമൊന്നായി. യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. എല്ലാ യൂറോപ്യൻ ഡയറി കുടുംബാംഗങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടാണ്, ദീത്ത. ഹലോ സേബൂസ്. അപ്പോൾ ദീത്തയുടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് ദീത്തയുടെ സെയിലിംഗ് ബോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ ഈ ബേർത്തസി തടാകത്തിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ തടാകത്തിൽ ഈ ബോട്ടുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ബോട്ട് എങ്ങനെയാണ് തടാകത്തിലോട്ട് കൊണ്ടുവന്നത്, ബാക്കിയുള്ള കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളും പിന്നെ ദീത്തയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യം ഇവിടം വരെ ഞങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ആ സമയം കൊണ്ടിട്ട് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. വേനൽക്കാലത്ത് നിങ്ങളെ കാണിച്ച ബേർത്തസി തടാകത്തിനടുത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ബോട്ട് തടാകത്തിലേക്ക് ഇറക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാറിൻ്റെ പിറകിലെ കാർ ട്രെയിലറിൽ ഘടിപ്പിച്ചിട്ടാണ് ഈ ബോട്ട് തടാകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ. മഞ്ഞുകാലത്തിന് മുന്നേ പൊഴിഞ്ഞു പോയ ഇലകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏപ്രിൽ പകുതി കഴിയുമ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇലകളൊക്കെ വന്നു തുടങ്ങും. ട്രെയിലറിന്റെ നീളവും കാറിന്റെ പിറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന സാധനത്തിന്റെ നീളവും ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ മുകളിൽ നിന്ന് തേരി ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ആ ട്രെയിലറിൻ്റെ നീളം കറക്റ്റാക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ താഴോട്ട് എത്തിയിട്ട് അതിൻ്റെ നീളം കറക്റ്റാക്കുവാണ്. ഈ പ്രദേശങ്ങളിൽ കൂടുതലും ഹോളിഡേ ഹൗസുകളാണ്. അതിൽ പലതും വേനൽക്കാലത്തെ ഒഴിവു ദിവസങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന വീടുകളാണ്. കാറിൻ്റെ 2 വലുപ്പത്തിൽ കൂടുതൽ സൈസുള്ള ഈ ബോട്ടും കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ഇതുപോലെ ട്രെയിലറിൽ ഘടിപ്പിച്ച് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് സാധാരണ 4 വീലർ ലൈസൻസ് മാത്രം മതി. മറിയ വേർത്ത് പള്ളി വെള്ളത്തിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുവാണ്. ദാ മലയുടെ മുകളിൽ കുറച്ച് മഞ്ഞ് കിടപ്പുണ്ട്. ഇന്ന് രാവിലെ നല്ല മങ്ങിയ കാലാവസ്ഥയായിരുന്നു, ഇപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കാറിൻ്റെ പിറകിൽ ഇങ്ങനെ ഘടിപ്പിച്ച ട്രെയിലറിൽ ഘടിപ്പിച്ചിട്ടുള്ള പല സാധനങ്ങളുടെയും ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ സർവ്വസാധാരണമാണ്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ദീത്ത ഡ്രൈവ് ചെയ്ത് പോകുന്നത്. തിരക്ക് കുറവായതുകൊണ്ടിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മഞ്ഞുകാലത്ത് ഇവിടെ എല്ലാം അടവായിരിക്കും. വസന്തകാലം തുടങ്ങുന്ന സമയത്താണ് ഇവിടെ തിരക്ക് തുടങ്ങുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള മരീനയിൽ എത്തിയിട്ടുണ്ട്. ക്രെയിനും സംഗതികളെല്ലാം റെഡിയാണ്. കാലാവസ്ഥകൾക്കനുസരിച്ചിട്ടാണ് ഓസ്ട്രേലിയയിൽ വിനോദങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. മഞ്ഞുകാലത്ത് സഞ്ചാരികൾക്കായുള്ള റൂട്ട് ബോട്ടുകളും പ്രൈവറ്റ് ബോട്ടുകളും ഒന്നും ഈ തടാകത്തിൽ പൊതുവെ കാണാറില്ല. കൂടുതൽ ബോട്ടുകളും തണുപ്പുകാലം തുടങ്ങുമ്പോൾ തന്നെ തടാകത്തിൽ നിന്നും പുറത്തെടുത്ത് ബോട്ട് പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്യാറാണ് പതിവ്. നമ്മുടെ പ്ലേസ് ടു ബീയും കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തെടുത്ത് ബോട്ട് പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലേസ് ടു ബി ഇന്നിങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ ഇന്നലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ആ മുകളിൽ വലത് സൈഡിൽ ബാൽക്കണിയോടുകൂടി കാണുന്നതാണ് ദീത്തയുടെ ഹോളിഡേ അപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് മാറി ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. അരുവിയുടെ സൈഡിൽ മാത്രമായിട്ട് നല്ല പച്ചപ്പുള്ള ഇലകളും അതിന്റെ ഇടയിൽ കുറേ വെള്ള പൂക്കളും ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മഞ്ഞുകാലം കഴിഞ്ഞിട്ട് പച്ചപ്പും അതുപോലെ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്തൊന്നില്ലാത്തൊരു സന്തോഷമാണ്. ഇതാണ് നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്തിരുന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ 2 ബോട്ടുകളൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ദീത്ത ഈ ബോട്ട് പുറത്തോട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ബോട്ടിൻ്റെ പേരാണ് പ്ലേസ് ടു ബി എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. സെയിലിംഗ് ബോട്ടുകൾക്ക് വളരെ പേര് കേട്ട കമ്പനിയാണ് യോട്ടി സിലിൻസ്കി എന്ന് പറയുന്ന ഈ കമ്പനി. ബോട്ടുകളിൽ തന്നെ പല തരത്തിലുള്ള ബോട്ടുകളാണ്. അപ്പോൾ ഇത് സെയിലിംഗ് യോട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ബോട്ടാണ്. കാരണം ഇതിനകത്ത് നമുക്ക് 6 പേർക്ക് വരെ ഇതിനകത്ത് ഉറങ്ങുകയൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കടലിൽ വേണമെന്നുണ്ടെങ്കിലും ഈ സെയിലിംഗ് ബോട്ടിൽ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ഉള്ള തടാകത്തിലെത്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ബോട്ടാണ്. അപ്പോൾ ഈ ബോട്ട് നന്നായിട്ട് നമ്മുടെ പ്രഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പെഷ്യലായിട്ടുള്ള പോളിഷിംഗ് മെഷീനുണ്ട്. ആ പോളിഷിംഗ് മെഷീനിൽ ഒരു പ്രത്യേക പോളിഷ് ചെയ്യാനുള്ളൊരു ക്രീം അത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് കുറച്ചിതൊന്ന് പോളിഷിങ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചിപ്പം ഇത് കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച്
പോളിഷ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരുന്ന പേസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് തെറിച്ച് പോകും. ഈ മെഷീൻ സംഗതിയൊക്കെ കൊള്ളാം. ഈ ബോട്ട് വെറും 3 വർഷമേ പഴക്കമുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ദീത്ത പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിത് ഹന്നസിൻ്റെ കയ്യിലോട്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ നോക്കിയോ, ഈ പോളിഷിങ് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. നോക്കിയോ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഹന്നസിൻ്റെ കയ്യിൽ കൊടുക്കാം. ഈ ബോട്ട് വൃത്തിയാക്കുന്നതും പോളിഷ് ചെയ്യുന്നതൊന്നും ജോലിക്കാരൊന്നും അല്ല. ഈ ബോട്ടിന്റെ മുതലാളിയും ഓസ്ട്രിയൻ സ്റ്റീൽ ബേസ്ഡ് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഫോൾസ്റ്റാൽപിനെ കമ്പനിയുടെ ഇന്റർനാഷണൽ ടോപ്പ് മാനേജർ കൂടിയായിരുന്നിട്ടുള്ള ദീത്ത ഫ്രിഡ്സും പിന്നെ യൂറോപ്യൻ ഡയറിയുടെ ഭാഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഡോക്ടർ ഹനസ് ഷുഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വുമൺ ജഡ്ജ് ആയിട്ടുള്ള ഡോക്ടർ സിഗ്രിഡ് ഷുഡ്സുമാണ്. ഞാനിവരുടെ പ്രൊഫഷനൊക്കെ എടുത്തു പറയാനുള്ള കാര്യം, ഏത് പ്രൊഫഷൻ ആയാലും ജോലി എടുക്കുന്നതിൽ ഓസ്ട്രിയക്കാർക്ക് യാതൊരു മടിയുമില്ല. സിഗ്രിഡും ഹന്നസും വഴിയാണ് ഞാനും ദീത്തയെ പരിചയപ്പെട്ടത്. ദീത്ത റിയലി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് ദീത്തയെ വഴിയെ നമുക്ക് പരിചയപ്പെടാം. Diese Reinigung oder Polieren es kostet so viel Energie und so viele Zeit. Warum muss man das machen? Man muss es nicht machen, aber das ist einfach eine Tätigkeit, um erstens die Qualität zu erhalten. Das heißt, es wird vorbeugend etwas gemacht und damit verlängert man die Lebensdauer. Und zweitens ist es einfach schön. Mir gefällt es, wenn das glänzt und schön gereinigt ist, dann fühlt man sich einfach wohler. So wie man zu Hause es auch gern sauber hat, so möchte ich auch das Segelschiff immer sauber haben. Man sieht hier unten diese dunkelblaue Farbe, das ist ganz ein spezielles Material, das heißt Anti-Fouling, und bringt man in dem Bereich des Bootes auf, wo das Boot immer im Wasser ist. Wenn das nicht drauf wäre, würden sich dort Algen und Muscheln. അപ്പോൾ നമ്മൾ ഈ ബോട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും പല കളറിലുള്ള പെയിന്റ് ഉണ്ട് എന്ന് മാത്രമേ നമുക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ദീത്ത നമുക്ക് പറഞ്ഞു തന്നു ഇതിൻ്റെ ഏറ്റവും അടിയിൽ ആൻറ്റി ഫൗളിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പെയിൻ്റാണ് ചെയ്തേക്കുന്നത്. ഇത് ഓരോ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് പോയതിന് ശേഷം ഓരോ 2 വർഷം കഴിയും തോറും നമ്മൾ പുതുതായിട്ടുള്ള പെയിൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഈ വർഷം ഇപ്പോൾ പുതിയ പെയിൻറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ബോട്ടിൻ്റെ അടിയിൽ ഒരുപാട് സമയം ബോട്ട് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ബോട്ടിൻ്റെ അടിയിൽ നമ്മുടെ ഈ കക്ക പോലുള്ള സാധനങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് ബോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിനകത്ത് പ്രത്യേക തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ ദീത്ത പറഞ്ഞത്. വി ഫിനിഷ് പ്രീമിയം ഗ്ലോവ്സ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പോളിഷിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം Wo man nur mal den letzten Glanz drauf macht, damit es noch so wie ähnlich wie Nanotechnologie, damit dem dann Schmutz nicht haften bleibt oben. so einfach so. Ja, und einfach jetzt schön verteilen, schön aufreiben, schön gleichmäßig. Machst du sehr gut, kannst gleich weitermachen. താങ്ക്. നമ്മുടെ പോളിഷിങ് മെഷീൻ വെച്ചിട്ടുള്ള പരിപാടി നടന്നില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ ദീത്ത പറഞ്ഞത്. എന്തായാലും നമുക്ക് കുറച്ച് 2 ദിവസത്തെ പ്രിപ്പറേഷൻ വർക്കൊക്കെ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള ക്രെയിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം 48 കിലോമീറ്റർ ചുറ്റളവുള്ള വേർത്തസെ തടാകത്തിൽ ഇതുപോലുള്ള 2 ക്രെയിനുകളാണ് ഉള്ളത്. ഇതൊരു ബോട്ട് വർക്ക്ഷോപ്പാണ്. ഇവിടെ തന്നെയാണ് ക്രെയിനും സെറ്റ് ചെയ്തിരിക്കുന്നത്. കുടുംബത്തോടും അടുത്ത സുഹൃത്തുക്കളോടുമൊത്തുള്ള വിനോദ ആവശ്യങ്ങൾക്ക് മാത്രമാണ് പ്ലേസ് ടു ബി ബോട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന പണം ഒരു സൈഡിൽ കുറച്ചൊക്കെ സേവ് ചെയ്യുമ്പോൾ മറു സൈഡിൽ അവരുടെ ജീവിതം ആസ്വദിക്കാനും മറക്കാറില്ല. അതുപോലെ ഇത് ഓസ്ട്രിയയിൽ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ.
Welche Möglichkeiten gibt es, das Boot im Wasser zu bringen? Für diese Art von Boot, das ist eben ein Segelboot einer doch größeren Dimension und mit einem Gewicht von ungefähr 2 Tonnen, muss man den Kran verwenden. Das geht anders nicht mehr. ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് 2 പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. പ്ലേസ് ടു ബി പോലെ വലിയ ബോട്ടുകളൊക്കെ ക്രെയിൻ ഉപയോഗിച്ചും ചെറിയ ബോട്ടുകൾ വെള്ളത്തിലേക്ക് നിരക്കിയുമാണ് ഇറക്കുന്നത്. Leichtere Boote, Motorboote, Elektroboote kann man slippen. Da fährt man mit dem Anhänger, auf dem sich das Boot befindet, auf eine Rampe. Die Rampe führt ins Wasser und dann kann man mit dem Seilzug das Boot langsam ins Wasser gleiten lassen. കണ്ടാൽ ബലമില്ല എന്ന് തോന്നുന്ന 2 ബെൽറ്റിന്റെയും ക്രെയിനിന്റെ പ്രത്യേക കൊളുത്തിന്റെയും സഹായത്തോടു കൂടി ഈ പടുകൂറ്റൻ ബോട്ട് ഇങ്ങനെ പൊക്കുകയാണ്. നമ്മളിങ്ങനെ അടുത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയാവും. തൊട്ടിലിൽ കിടന്നാടുന്ന ഒരു കുഞ്ഞിനെ പോലെ കിടന്നാടുന്ന പ്ലേസ് ടു ബി. Wir gehen jetzt auf den Stellen, wo das Boot am Hänger aufgelegen ist, müssen wir noch die Antifouling auftragen. അപ്പോൾ നമ്മൾ ബോട്ട് ക്രെയിനിലോട്ട് ഘടിപ്പിച്ചിട്ട് ഇതൊന്ന് പൊക്കിയതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള ആൻറ്റി ഫൗളിങ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ദീത്ത അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വേണം. പക്ഷേ അത് പെട്ടെന്ന് നമ്മളിപ്പോൾ അടിച്ചിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാലും അത് പിടിച്ചിരിക്കുമെന്നാണ് നമ്മുടെ ദീത്ത പറഞ്ഞത്. എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഈ സെയിലിംഗ് ബോട്ടിന്റെ മെയിൻ പാർട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ബോട്ടിന്റെ മെയിൻ ബോഡിക്ക് പറയുന്നതാണ് ഹൾ. മുൻഭാഗം അതിന് ബോ എന്നും, ബോട്ടിന്റെ അടിയിലെ കത്തി പോലുള്ള ഭാഗം കീൽ എന്നും, അതുപോലെ ഈ പായക്കപ്പലിന്റെ പായ അഥവാ സെയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദണ്ടിന് മസ്റ്റ് എന്നും, മെയിൻ സെയിൽ, ജിപ്പ്, റഡർ, കോക്പിറ്റ്, ഡെക്ക് എന്നിങ്ങനെ പല പല ഭാഗങ്ങളാണ് ഈ ബോട്ടിനുള്ളത്. അപ്പോൾ ബോട്ട് കാറിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ക്രെയിനിലോട്ട് കെട്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലുള്ള ആൻറ്റി ഫൗളിങ്ങും പെയിൻറ്റിങ്ങും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രെയിനിൽ തന്നെ വെള്ളത്തിലോട്ട് ഇടാനുള്ള പരിപാടിയാണ്. നമ്മുടെ പ്ലേസ് ടു ബി ക്രെയിനിൽ ഇങ്ങനെ കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് സമയമെടുക്കാതെ തന്നെ നമ്മുടെ എക്സ്പേർട്സ് ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി. വേനൽക്കാലത്ത് ഈ വേർത്തസി തടാകത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. ഈ തടാകത്തിന്റെ സൗന്ദര്യം മനോഹരമായിട്ട് അതിനകത്താണ് കാണാൻ പറ്റുന്നത്. കാരണം ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ തടാകത്തിന്റെ കളറ് ചടപടാന്ന് മാറിപ്പോകും. ദീത്ത ഈ മരീനയിലെ അപ്പുറത്തെ സൈഡിലേക്ക് പാർക്കിങ്ങിനായിട്ട് പോവാണ്. ആ കാണുന്നത് ഫെൽഡൻ എന്ന സ്ഥലത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലാണ്. ബോട്ട് ക്രെയിനിൽ കെട്ടി വെള്ളത്തിലിറക്കിയിട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ ഹാർബറിലോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസ്റ്റ് അത് നേരെയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതുപോലെ നമ്മൾ ഈ പുറകെ കാണുന്ന കണ്ടോ, ഏറ്റവും പുറകെ കാണുന്ന ആ മലയുടെ മുകളിൽ ഇപ്പോഴും സ്നോ കിടക്കുവാണ്. ഇപ്പോൾ ഒരു 1.5 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ആ സ്നോ ഒക്കെ അങ്ങ് ഉരുകി പോകും. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലങ്ങളിലോട്ട് ചെറിയ പച്ചപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പർവ്വതങ്ങളുടെ മുകളിൽ ഇപ്പോഴും മഞ്ഞ് വീണ് കിടക്കുവാണ്.
Ja, jetzt mal wieder lang. Warte, stopp, wir hängen drüber. സാധാരണ ദീത്തയും ഭാര്യയും മെലിയും കൂടെ ഒറ്റയ്ക്കാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. ഞാനിവിടെ വന്ന സമയം തൊട്ടേ ദീത്തയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്. ദീത്തയുടെ കഥ പലപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി വലിയ ഭദ്രതയില്ലാത്ത ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്ന ദീത്ത ചെറുപ്പം മുതലേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. വിവിധ മേഖലകളിൽ ജോലികൾ മാറി മാറി ചെയ്തു വന്ന ദീത്ത പലയിടങ്ങളിലും വിചാരിച്ച പോലെ പച്ച പിടിച്ചില്ല. വീണ്ടും ജോലി മാറി ഫോൾസ്റ്റാൽപിനെ എന്ന ഓസ്ട്രിയൻ കമ്പനിയിൽ സാധാരണ ജോലിക്കാരനായി സേവനം തുടങ്ങി. തന്റെ കഴിവും മികച്ച പെർഫോമൻസും ജോലിയിലുള്ള ആത്മാർത്ഥതയും തുടർ പഠനത്തിനുള്ള ആവേശവുമെല്ലാം ദീത്തയെ ഫോൾസ്റ്റാൽപിനെ എന്ന ഓസ്ട്രിയൻ സ്റ്റീൽ ബേസ്ഡ് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഗ്രൂപ്പ് കമ്പനിയുടെ ഇന്റർനാഷണൽ ടോപ്പ് മാനേജർ സ്ഥാനത്തേക്ക് നയിച്ചു. Und dann gibt es eine zusätzliche Batterie. ഈ ബോട്ടിൽ ഇലക്ട്രിക് മോട്ടോറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. റാഡിയോ, നെവിഗേഷൻ പോലുള്ള ഉപകരണങ്ങൾക്ക് സോളാർ ബാറ്ററിയും മോട്ടോർ ബാറ്ററി മരീനയിലെ ചാർജിംഗ് പോർട്ടിൽ കണക്ട് ചെയ്തുമാണ് ഉപയോഗിക്കുന്നത്. Und für den Motor müssen wir in der Marina dann Strom anhängen und dann werden die Lithium-Batterien für den Motor wieder aufgeladen. മസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ബോട്ട് പാർക്ക് ചെയ്യുന്ന മറീനയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും ഈ ബോട്ടിൽ നമുക്ക് പോകാനായിട്ട്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് പുറമേയുള്ള സെറ്റിങ്സുകളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. Und auf geht's. Jetzt geht los. Ja, wir fahren jetzt von der Werft, wo das Segelboot ins Wasser gehoben wurde, von Velden. Das ist ganz am westlichen Ende des Wörthersees zur Marina, dort wo dann das Boot abgestellt und geparkt wird, wo man auch die Batterien aufladen kann. Wir fahren jetzt ja mit dem Elektromotor. ഇത് കണ്ടോ, ഈ വേർത്തസീ തടാകം കിടക്കുന്നത് ആൽപ്സ് പർവ്വതങ്ങളുടെ നടുക്കാണ്. Es ist so ein kleiner Autopilot, wo ich dann die Richtung regeln kann. ഇതാണ് ബോട്ടിന്റെ ദിശ നിയന്ത്രിക്കാനുള്ള റഡാർ. ദീത്ത, സ്വപ്നങ്ങളെ കുറിച്ച് ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത്? You know, see, especially for young people, it is most important, in my opinion, that they have dreams. Because I believe if somebody believes in something, if he is enthusiastic also to achieve that, everything can be done. So people should have dreams, go forward, be motivated to achieve them, and one day it will be fulfilled. അപ്പോൾ ദീത്ത പറഞ്ഞത്, അതായത് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് തന്നെയാണ് ദീത്തയും പറയുന്നത്. സ്വപ്നം, എല്ലാ ചെറുപ്പക്കാർക്കും സ്വപ്നങ്ങളുണ്ടാവണം. ആ സ്വപ്നങ്ങളിലേക്ക് എന്താണ് വളരെ ഒരു ബേണിംഗ് ഡിസയറോടുകൂടി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതെല്ലാം അച്ചീവ് ചെയ്യാമെന്നാണ് ദീത്തയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങളുള്ള ആൾക്കാർ ആ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളിൽ നിന്ന് മരിച്ചു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. Times of trouble, you're always resting at my door. Though I've wavered, you've been waiting. I'm the one you're looking for. Gratefully and humbly, I give you and all that I can sing is thank you, thank you, thank you, thank you. Hast du genug Zeit, diese Sachen alles zu nutzen?
Hatte ich nicht immer Seat. Du weißt, wie ich natürlich gearbeitet habe. Da war die Zeit rar und dann waren es manche Wochenenden und der Urlaub, den ich natürlich hier gern am See und am Segelboot verbringe oder verbracht habe. In der Zwischenzeit bin ich in Pension und jetzt habe ich wirklich die Zeit, um das richtig genießen zu können. 2020 മാർച്ച് മുതൽ ദീത്ത പെൻഷനിലാണ്. ജോലി ഉണ്ടായിരുന്ന സമയത്ത് വേനൽക്കാലത്തെ ആഴ്ച അവസാന ദിവസങ്ങളിലും അവധി ദിവസങ്ങളും ഉൾപ്പെടെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ബോട്ടിൽ ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം മുതൽ ദീത്തയ്ക്കും കുടുംബത്തിനും കൂടുതൽ വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സമയം കിട്ടാറുണ്ട് എന്നാണ് ദീത്ത പറഞ്ഞത്. Thank you. Thank you. ദീത്ത ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ഓസ്ട്രിയയെ കുറിച്ചിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? Seat, you know, every country has its specialities. I've been many times in India. We have also a company there, and I always enjoyed Indian mentality, Indian people. But every country is different, and maybe Austria is very special because of just the environment. You know, everybody takes care about the beauty of our country. We have fantastic food, everything, and everybody is trying to keep the environment clean. We have lakes like Wörthersee. The water is drinking water quality. The safety in Austria is just amazing. So you really can walk freely. Of course, you always in big cities, you always have to be careful and not move in areas that can be unsafe. But in general terms, it is fantastic, and we have a life quality in Austria which is very special, and we can be very thankful for this environment and for this great country. Thank you. Thank you. അപ്പോൾ നമ്മൾ സമ്മർ ടൈമിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ബോട്ടിൽ പോയിട്ട് വെള്ളത്തിൽ ചാടി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ദീത്തയുടെ കൂടെ നമ്മൾ wir sind ich glaube 3-4 Mal zusammen oder wir durften mit dir kommen, oder? Ja. ഒരു 2-3 തവണ ഞങ്ങൾ ബോട്ടിൽ പോയിട്ടുണ്ട്. ബോട്ടിൽ നിന്നൊക്കെ ചാടി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഇത്രയും ജോലി, ഈ ബോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ജോലി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. Ich habe auch jetzt gesehen, ich habe schon gewundert, es ist so viel Arbeit dahinter. Like many things in life, Seat, there's some work in preparation, some work to prepare certain things, but afterwards you can enjoy it. It's the same with the sailing boat. It takes about 2 days to prepare everything, as you have seen, to clean, to paint the anti-fouling, to get everything prepared, have it lifted by crane. But it's only end of March now, and the whole summer, spring and summer is in front of us, and then we will be able to enjoy. And I'm also looking forward in enjoying together with you and Sigrid, Hannes, Melanie, and all our friends. We are also waiting for this wonderful time again. അപ്പോൾ ഞങ്ങൾ 2 വണ്ടികളിലായിട്ടാണ് നമ്മുടെ മരീനയിലോട്ട് വന്നത്. ഒരു വണ്ടിയിൽ ബോട്ട് കെട്ടി വലിച്ചു കൊണ്ടുവന്നു, മറ്റേ വണ്ടിയിൽ ഞങ്ങൾ പിറകെ വരുമായിരുന്നു. അപ്പോൾ ആ 2 വണ്ടികളും പാർക്ക് ചെയ്തിട്ട് ഹന്നസും മെലിയും കൂടെ ഇപ്പോൾ മറിയ വേർത്തിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈ മറിയ വേർത്ത് നമ്മുടെ പഴയ വേർത്തസെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കിഡിലും ഡ്രോൺ ഷോട്ടൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ കുറവുണ്ട്. നമുക്കിവിടെ ഒന്ന് ഇറങ്ങി ഡ്രോൺ ഒന്ന് പറത്തി നോക്കാം. വേനൽക്കാലത്തിൽ നല്ല അടിപൊളി ഡ്രോൺ ഷോട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ശാന്തമായ വേർത്തസി തടാകം തണുപ്പ് കാലത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. Every
അപ്പോൾ നോർമലി ഇതൊരു പായക്കപ്പലാണ്, സെയിൽ ബോട്ട്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടും പോവാം. അതേപോലെ ഇതിനകത്ത് എന്താണ് പായ്ക്കപ്പലിൻ്റെ പായ് തുറന്നിട്ട് കാറ്റിനനുസരിച്ചിട്ടും പോവാം. ഇപ്പം നമ്മൾ പായ്ക്കപ്പലിൻ്റെ പായ് തുറന്നിട്ടിരിക്കുകയാണ്. കാറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഓഫ് ചെയ്തിട്ടുണ്ട്. കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുണ്ട്. ഈ തടാകത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ മരീനയിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിൽ താഴ്ത്തി വീണ്ടും ഇലക്ട്രിക് മോട്ടോർ ഓൺ ചെയ്യും. സെയിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാറ്റടിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിൽക്കും ബോട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് ഇടാനും മറക്കരുത്. എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത സമയം കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. ബൈ ബൈ.